ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ നീലിമ നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ശ്രുതിയെ വിളിച്ച് വിവരങ്ങൾ പറയുന്നുണ്ട്. നീലിമ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. എന്തായാലും സച്ചി മുഖേനമാണ് നീലിമ ആ ബ്യൂട്ടി പാർലർ എത്താനുള്ള കാരണം. അത് അവരാരും മനസ്സിലാക്കുകയോ അറിയുകയോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ നീലിമയുടെ പുരികനൊക്കെ ത്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ശ്രുതി. ആ സമയത്ത് തന്നെ ഓടിക്കതച്ച് അവിടേക്ക് ശ്രുതി വരികയാണ്. ശ്രുതി വന്നിട്ട് അവരെ ഇങ്ങനെ പുറകിൽ വന്ന് നിൽക്കുമ്പോൾ കണ്ണാടിയിൽ ശ്രുതിയെ കണ്ട് നീലിമ ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ നീലിമ അവിടെ നിന്നും എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും അറിയാൻ പോകുന്നത് ഇത് ശ്രുതിയുടെ ഭാര്യയുടെ, അതായത് ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ ആണ് എന്ന കാര്യം. അങ്ങനെ അവൾ അവിടെ നിന്നും പോവാൻ ശ്രമിക്കുമ്പോൾ ശ്രുതി പിടിച്ചു നിർത്തുകയാണ്. ശ്രുതി ചോദിക്കുന്നുണ്ട്, നിക്കടി അവിടെ, നീ എവിടേക്കാടി പോകുന്നത്? എത്രയും വേഗം എന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 50 ലക്ഷം രൂപ അത് മുഴുവനും നീ ഇപ്പൊ കൊടുത്തിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറയുമ്പോൾ നീലിമ പറയുന്നുണ്ട്, എനിക്ക് സൗകര്യമില്ല കൊടുക്കാനായിട്ട്. നീ ആര്? ഞാൻ കൊടുക്കേയില്ല, നീ എന്ത് പറഞ്ഞാലും ഞാനത് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരികയാണ്. ശ്രുതിയാണെങ്കിൽ നീലിമയുടെ കഴുത്തിന് പിടിച്ച് ഞെക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി വിട് എന്നും പറഞ്ഞ് ശ്രുതിയെ പിടിച്ചു മാറ്റുകയാണ്. എന്തായാലും അവർ പോലീസിനെ വിളിച്ചറിയിക്കുന്നുണ്ട്. അങ്ങനെ നീലിമയെ അവിടെ കെട്ടിയിടുകയാണ്. പോലീസ് വരുന്നവരും പോലീസ് വന്നിട്ട് എല്ലാവരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് ഒരു ഒത്തുതീർപ്പും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ രേവതിയുടെ പൂവ് വിൽക്കണ ആ വണ്ടി ഉണ്ടല്ലോ, അത് അവിടെ കാണാനില്ല. അങ്ങനെ അവിടെ വന്ന് നോക്കുമ്പോൾ അടുത്തുള്ള ഒരാളോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ വെച്ചിരുന്ന വണ്ടി എന്റെ ചേട്ടാ കണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് പോലീസ് പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയാണ്. അങ്ങനെ രേവതി അവിടെ വെച്ചിരുന്നത് നോ പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടായിരുന്ന സ്ഥലത്താണ് ആ വണ്ടി വെച്ചിരുന്നത്. അതുകൊണ്ടാണ് പോലീസുകാർ എടുത്തുകൊണ്ട് പോയി. അതിൽ തന്നെ താക്കോലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരത് എടുത്തുകൊണ്ട് പോയി. ഇനിയിപ്പോ സച്ചിയെ വിളിച്ച് രേവതി വിവരങ്ങൾ പറയുന്നുണ്ട്. സച്ചിയും രേവതിയും കൂടി പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ്. അതേ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ശ്രുതിയും നീലിമയും എത്തുന്നത്. എന്തായാലും നീലിമയ്ക്ക് മറ്റൊരു നിർവാഹമില്ലാതെ ആ പൈസ അവർക്ക് കൊടുക്കേണ്ടി വരികയാണ്. ശ്രുതിയാണെങ്കിൽ ആ പൈസ മാത്രമല്ല അതിന്റെ പലിശ കൂടി അവളുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ല. ബൈ, താങ്ക് യു.